ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാഴക്കൊല ഇതാ പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പഴുക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ് ഞാൻ. ഒക്കെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഓരി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരുവിധമൊക്കെ പഴുത്തക്കണം കേട്ടോ. ഇനി മുകളിൽ കുറച്ച് കായുണ്ട് പഴുക്കാൻ, താഴെ ഉള്ളതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതൊക്കെ ചീർപ്പൊക്കെ ഇരിഞ്ഞിട്ട് ഇത് ഇരിയാനാണ് പിന്നെ പണി. കത്തിയോണ്ട് ഇങ്ങനെ കുറച്ച് നല്ലോണം ബലം പിടിച്ചിട്ട് വേണം ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ എന്താ അറിയോ, കത്തിൻ്റെ മൂർച്ചം കൊണ്ടാണ് ശരിക്കും ഇങ്ങോട്ട് പോന്നിട്ടില്ല. അത് റിസ്ക് തന്നെയാണ് കേട്ടോ അത് എടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ചീർപ്പാക്കിയിട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണേനും, പക്ഷേ നല്ലോണം മല്ലൊക്കെ ഇട്ടിട്ട് വേണം എടുക്കണമെങ്കിൽ കേട്ടോ. എന്തായാലും ഇതാ ഞാനിത് ചീർപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഭാഗമേ നല്ല കട്ടിയാണ്. അപ്പം കത്തിക്ക് നല്ല മൂർച്ച അല്ലെങ്കിൽ കുറച്ച് ഗതികേടാണ് കിട്ടാൻ. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുമ്പോൾ എളുപ്പം കൈയുണ്ടെന്ന് വിചാരിക്കണ്ടാവും. നല്ല കുറേ നേരം റിസ്ക് എടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ ഒരുവിധമൊക്കെ കുറച്ച് താഴെ ഭാഗത്തുള്ളതൊക്കെ പഴുത്തതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം മനടുത്തേക്കാണ് കൊണ്ടുപോയി കൊടുക്കും. മോരി വെച്ച് കൊടുത്തോളും എല്ലാവർക്കും. പിന്നെ ഇളച്ചനും നാത്തൂനും ഒരിക്കൊക്കെ കൊടുക്കാനുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പിന്നെ നാളെ തിങ്കളാഴ്ച എനിക്ക് വീട്ടിലൊന്ന് പോകണം. അപ്പോൾ പോകുമ്പോൾ ഒരിക്കും കൊടുക്കാം. അങ്ങനെ നമ്മളൊറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ റിച്ച് മോൻ അങ്ങനെ പിന്നെ നല്ല ഇഷ്ടമാണ് പഴം അങ്ങനെ ഇരിഞ്ഞ് കഴിക്കും. ഇപ്പോൾ ഓന് കഫക്കെട്ടായതുകൊണ്ട് ഓനും തന്നെ വല്ലാതെ കഴിക്കണില്ല. ചിഞ്ചുനും മഞ്ജുനൊന്നും പിന്നെ അങ്ങനെ വേണമെന്നില്ല. അവർക്ക് പിന്നെ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെയൊക്കെ കുടിക്കാന്നല്ലാതെ വെറും പഴം അങ്ങനെ എടുത്ത് കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ലോണം പഴുത്തതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കവറിലാക്കിയിട്ട് റിച്ചുവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഇളച്ചൻ്റെ മോനുണ്ട് ഇവിടെ. അപ്പം ഇനി ഉമ്മ ഓർക്കൊക്കെ ഓരി വെച്ചാണ്ട് ഉമ്മ അങ്ങനെ കൊടുത്തോളും. നമ്മളിതിന് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ. നല്ല മധുരമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കായും തന്നെ നല്ല വണ്ണമുള്ള കായാണ്. നമ്മൾ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഉള്ളിത്തൊലി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ മുരട്ടിക്ക് അങ്ങനെ കൊണ്ടുപോയിടും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിങ്ങനെ കുണ്ട കെട്ടി ഇങ്ങനെ ഉണ്ടാവും. ഒരു വാഴ കൊലച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കുട്ടികളുണ്ടായങ്ങാണ്ട് അങ്ങനെ ഉണ്ടായതാട്ടോ. ഇത് ഇപ്പോൾ കുറേ ഉണ്ട്. ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട് നമുക്ക് പഴുക്കാനായത്, കൊല വെട്ടാനായത് ഒന്നും കൂടെ ഉണ്ട്. പിന്നെ ഇത് വെട്ടണ ഈ വാഴക്കൊല വെട്ടൂലേ, വാഴക്കൊല വെട്ടാനാണ് ഗതികേടുള്ളത്. എന്താ വെച്ചാൽ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ കായൊക്കെ പിന്നെ നിലത്ത് കുത്തിയിട്ടാണ് അധികം കിട്ടൽ. ഇതിപ്പോൾ ആ കാക്ക വെട്ടി തന്നുകൊണ്ട് ഉഷാറായിട്ട് കിട്ടി. എവിടെയും ഒന്നും അങ്ങനെ പൊട്ടിപ്പോവുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒക്കെ കൂടെ ഒപ്പം പഴുത്തും ചെയ്ത് അങ്ങനെ അതൊക്കെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുത്തയച്ചു. പിന്നെ ചായ ഉണ്ടാക്കണം. പിന്നെ പാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരടുപ്പത്ത് പാല് കാച്ചാനും വെച്ച് ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടോ. അപ്പോൾ ചായ അങ്ങനെ മക്കളൊന്നും വല്ലാതെ കുടിക്കൂല. ഞാനും ഐഫക്കുട്ടി റിച്ച് ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കുള്ള ചായ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചും ചെയ്തു. അപ്പോൾ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് റസ്ക് ഉണ്ടായിനി. അപ്പോൾ റസ്ക്കും കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പഴംപൊരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ എന്തോ കിച്ചണിൽ വന്നപ്പം ഒരു മടി. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയാണ്ട് റസ്ക്കും കൂട്ടിയിട്ട് അങ്ങനെ കുടിക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. ഉച്ചക്കൊന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മുട്ട വരട്ടിയതും ചോറൊക്കെയാണ് കേട്ടോ ഉച്ചക്ക് കഴിച്ചിരുന്നത്. അപ്പം ഇനി രാത്രിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എന്തെങ്കിലുമല്ല, മീനുണ്ട്. മീൻ വാങ്ങിയത് അതേപോലെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചേക്കേനി. അപ്പോൾ നന്നാക്കാനൊക്കെ മടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പം അതുണ്ടാക്കണം. അപ്പോൾ ആദ്യം ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് റസ്ക്കും കൊണ്ട് പുറത്തേക്ക് പോന്നിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കിച്ചണ് താഴെയും പിന്നെ താഴെ ആയതുകൊണ്ടേ താഴെ ഇങ്ങനെ ഇരിക്കുമ്പം ആരും വല്ലാതെ കാണൂല. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് റോട്ടിൽ കൂടെ ആൾക്കാർ പോണതും. അതേപോലെ തന്നെ ആ താഴെ തൊടിയിൽ പണിക്കാരുണ്ടാവും. അങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഈ വൈകുന്നേരം ഒരു ചായ കുടിക്കുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ ഞാനിവിടെ പുറത്തൊരു കസേരയൊക്കെ ഇട്ടാണ്ട് പുറത്തൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാണ് കേട്ടോ. താഴെ തൊടി കൂടെ ഇങ്ങനെ ഇന്നിപ്പോൾ കുരങ്ങൊന്നുമില്ല, കിളികളും അത് മൈനകളില്ലേ, മൈനക്കിളികൾ, അങ്ങനത്തെ കിളികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ ദേശാടന കിളികളായിട്ടാവും ഒരു കൂട്ടം വന്നതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഐറ്റങ്ങളെ കലപ്പിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ എൻ്റെ ഹോം ഷോപ്പിലുള്ള HSOമാരെയൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് ജോബിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഒരാൾ മാത്രമേ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ അന്തസ്സുള്ള പണിയല്ല എന്നാണ് പറയണത്. വീടുകൾ കയറിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കല്ലേ. അപ്പോൾ അതിൽ എന്താ അന്തസ്സ് കുറവെന്ന് എനിക്കറിയില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ജോലി നല്ലൊരു ജോലിയാണ്. കാരണം നമുക്ക് മുതൽ മുടക്കൊന്നുമില്ല. കുടുംബശ്രീൻ്റെ കീഴിൽ നമുക്ക് സാധനങ്ങൾ ഇറക്കി തരികയാണ്. നമ്മൾ അപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അത് വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി. അതേപോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാം. ഇന്നിപ്പോൾ പോയിട്ടില്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് പോണില്ല എന്ന് വിചാരിച്ച് ആരും ഉന്തി തള്ളി പറഞ്ഞയക്കാനില്ല. അപ്പം അങ്ങനെയൊക്കെ ആണല്ലോ. അങ്ങനത്തെ ഒരു ജോബൊക്കെ ആകുമ്പം നമുക്ക് നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് പോയാൽ മതി. മക്കളൊക്കെ സ്കൂൾക്ക് വിട്ടിട്ടും ഒരു വരാനാകുമ്പോഴത്തേനും നമുക്ക് വീട്ടിലെത്താം. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ സാധനങ്ങൾ ആളുകൾ വാങ്ങുമ്പോഴുള്ളൂ നമുക്ക് എന്താ പറയുക വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുക. അത് എന്തായാലും നമ്മൾ നല്ല പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് വീടുകളിൽ കൂടെ കൊണ്ടുപോയി വിൽക്കുമ്പോൾ വാങ്ങാതെ വെക്കൂല. ഇപ്പോൾ നമ്മളെ വീടുകളിൽ കൂടെ തന്നെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൂലേ. എനിക്ക് ആ ഒരു ജോലി അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഞാൻ അങ്ങനെയായിട്ട് വിചാരിക്കണത്. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടോ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെയല്ലേ ഒരുപാട് നോക്കാൻ. അപ്പം വെറുതെ മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ ദ്രോഹിക്കുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വിഷമമായിട്ടുണ്ട്. എന്നോട് ഇന്നലെ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ അങ്ങനെ കമൻറ്റ് ഇട്ടതാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ അറിയാത്ത ആളാണ്, എന്താ ഇട്ടതെന്ന് എനിക്കറിയൂല പറഞ്ഞു ഞാൻ. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്ത് അന്തസ്സില്ലായ്മയാണ് നിങ്ങൾ കണ്ടതെന്നും കൂടെ ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ പറയണം കേട്ടോ. കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് അത്ര അന്തസ്സുകേട് അതിൽ ഉള്ളത് എന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് HSOമാരുണ്ട്. ആ HSOമാരൊക്കെ ഈ ഒരു ഹോം ഷോപ്പിൽ വന്നിട്ട് അവർക്ക് ചെറിയൊരു വരുമാനമാണെങ്കിലും മാസം കിട്ടുമ്പം അത് നല്ലൊരു കാര്യമാണ്. കാരണം ഓരോ വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ ഓരോ ഹസ്ബൻഡുമാരൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം അവർ നമ്മളായിട്ട് പങ്കുവെച്ചു. അതാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ പറയുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞോട്ടല്ലേ, ഞാൻ അങ്ങനെ വിചാരിക്കല്ലോ കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് പൈസ ഒന്നും കുറേ കൊടുത്താണ്ടൊന്നും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂല. അങ്ങനെയുള്ള കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂല എന്നല്ല. പക്ഷേ അല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഒരാൾക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. പരമാവധി നമ്മൾ ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാൻ നോക്കുക അല്ലേ. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കിയാണ് കേട്ടോ. മീൻ നന്നാക്കിയിട്ട് മീനിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇഞ്ചിയും അതേപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകവും നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം. എന്നിട്ട് പിന്നെ അതിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും സുറുക്കി ഇട്ടാണ്ട് ആണ് കേട്ടോ മസാല ഉണ്ടാക്കിയത്. ആ ജാറിൽ തന്നെ ഇട്ടാണ്ട് ഒന്നും കൂടി നല്ലോണം പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്നു. എന്നിട്ട് മീനിൽ തേച്ച്. ഈ അയല മീൻ വല്ലാതെ ഐസൊന്നും ഇടാത്ത മീനാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അളിയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതായിക്കണം കേട്ടോ. പക്ഷെ പഴക്കൊന്നുമില്ല, പഴക്ക് ചോയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിത് മസാലയൊക്കെ തേച്ചാണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിക്ക് ഇടുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയല്ലോ കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ദോശത്താവിയിലാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. ഇതിലാവുമ്പോൾ എളുപ്പം കഴിയും ചെയ്യും. അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കാണ്. അടുപ്പിലാവുമ്പോൾ തീ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവും. ഗ്യാസ്മേലാവുമ്പോൾ നടുക്ക് മാത്രമേ വല്ലാതെ തീ വരുള്ളൂ. അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തു. അതിക്ക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എളുപ്പമാവും ഈ ഒരു ചട്ടിയിലാവുമ്പം. ഇനി ഇങ്ങനെ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കനലുണ്ട് അടുപ്പിൽ. അപ്പോൾ ആ ചൂടിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ആക്കം പോലെ നെരിഞ്ഞ് അങ്ങനെ വെന്തോളും. പിന്നെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ മീനിൽ തേച്ചിട്ട് ബാക്കി വന്ന മസാല, അത് ഞാൻ ഈ ചട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മസാല ഇങ്ങനെ ചട്ടകത്തുമ്പോൾ എടുത്തിട്ട് മീനിൻ്റെ മേലെ കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ കൂടുതൽ മസാല തേച്ചാണ്ട് അതിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ, അതിലാണെങ്കിലും മത്തിയാണെങ്കിലും ഒക്കെ. അപ്പോൾ റിച്ചുമോന് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ രാവിലത്തെ അപ്പം ഉണ്ടേനി. അപ്പോൾ അപ്പവും മീനൊക്കെ കൊടുത്തിട്ടോ എനിക്ക്. അപ്പോൾ ഓൻ പറഞ്ഞു മിച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മീൻ ഫ്രൈ ചെയ്തത്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. നല്ലോണം മസാലയൊക്കെ ഉണ്ടായതുകൊണ്ടേ കറിയൊന്നും വേണ്ട, ആ ഒരു കായത്തോട് കൂടിയിട്ട് ഇങ്ങനെ അപ്പൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനൊരു 2 മീൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതുകൊണ്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. കറിയിൽ മീൻ ഇട്ടാലും മക്കളൊന്നും കഴിക്കൂല, ഞാൻ തന്നെ കഴിക്കണം. അപ്പം എനിക്കാണെങ്കിൽ മീൻ കറി ഇഷ്ടമാണ്. ഓർക്കിനിപ്പോൾ ഒരു മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കി കൊടുത്താലും ഓല് ചോറൊക്കെ കഴിക്കും. അപ്പം ഞാൻ മീൻ കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ രാവിലെ ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ അപ്പത്ത് കൊടുക്കാമെന്ന് കരുതി തേങ്ങയൊക്കെ അരച്ചാണ്ട് മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടാണ്ട് അരച്ചെടുത്തു. എന്നിട്ട് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മീനും ഇട്ട് ഒരു തക്കാളിയൊക്കെ ഇട്ടാണ്ട് പച്ചമുളക് ഇട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തേക്കുക. എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മീൻ വേവോളം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഒന്ന് തൂമിച്ചെടുക്കും കൂടി ചെയ്താൽ കറി റെഡിയായി. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു.
പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതേനി കേട്ടോ, നമുക്ക് കറി തൂമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഈ തോടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കൊണ്ടെന്ന് പറയും നമ്മളെ ഓരോ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ, ജസ്റ്റ് ഈ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ കാണുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. നമുക്കിവിടെ ഒരു കുമ്പളങ്ങ വള്ളി ഉണ്ടായിരുന്നു ടൈം, അത് ആ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇന്നലെയാണ് കേട്ടോ കണ്ടത്. പറയുമ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്, ഇലൻ്റെ മറവിലായിട്ടോ എന്താ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വലിപ്പമായിട്ടുണ്ട്. അതേപോലെ കുറേ പൂവ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പടുവ മുളക്കുക പറയില്ലേ, അങ്ങനെ മുളച്ചതാട്ടോ, ഞാൻ കുഴിച്ചിട്ടതൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടേനോ അല്ലേന്ന് അറിയില്ല, ഞാനിവിടെ മത്തൻ കുഴിച്ചിട്ടിനി. അത് ഇഷ്ടംപോലെ മത്തനും ഉണ്ടായിട്ടുണ്ടായിന് ടൈമേ. ആ കമ്പി വേലിമ കൂടെ പടർന്നിട്ട് താഴെ തൊടിക്ക് പോയിട്ട് പിന്നെ കാടായിട്ട് കുറേ കെട്ടിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിനത്. അപ്പോൾ കുമ്പളങ്ങ വള്ളി അതിൽ കൂടെ പടർത്തി കൊടുക്കണം. അങ്ങനെ കറിവേപ്പിൻ്റെലൊക്കെ പറിച്ച് വന്നിട്ടോ. പിന്നെ മീൻകറിയും വന്നിട്ടുണ്ടായിനി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ അതിക്കാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ മീൻകറിയും റെഡിയായി. അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാനും മീൻകറിയും അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.